എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് സെയിൽസ് അഥവാ വിൽപ്പനയുടെ ആക്സിലറേഷൻ, വിൽപ്പനയുടെ ആക്കം കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഏത് ബിസിനസ് ചെയ്യുന്ന ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് വേഗതയിൽ സെയിൽസ് നടക്കുക, സെയിൽസ് ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. സെയിൽസ് എന്ന് പറയുന്ന പ്രക്രിയയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു എനർജി ആയിട്ട് തന്നെ പലരും കാണുന്നത്. കാരണം നമ്മുടെ സക്സസ്സിലേക്കുള്ള ഓരോ ബിസിനസ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും അവരാഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്തിക്കുന്ന ആ പാതയിൽ അതിൽ ഏറ്റവും പങ്കുവഹിക്കുന്നൊരു കാര്യമാണ് സെയിൽസിൻ്റെ വേഗത വർദ്ധിക്കുക എന്ന് പറയുന്നത്. കാരണം ഓരോ ഡീല് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് എഫേർട്ട് എടുത്ത് പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ, ഈ ഡീലുകൾ ക്ലോസ് ചെയ്യാനുള്ള ഓട്ടത്തിനിടയിൽ സ്പീഡും എഫിഷ്യൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സെയിൽസ് ആക്സിലറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസിൻ്റെ പ്രക്രിയ വളരെ സ്ട്രീം ലൈൻഡായിട്ടും അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള വിള്ളലുകളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ആ ഒരു പ്രക്രിയനെയാണ് സെയിൽസ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന 4 കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. ഓരോ തരം ബിസിനസ്സിലും ഇത് വേറെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. നമ്മളിന്ന് സംസാരിക്കുന്നത് കൂടുതലും ഒരു സർവീസ് ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ B2B ബിസിനസ്സുകൾ, പല സ്ഥാപനത്തെയും ചെന്ന് അപ്രോച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ളവരുടെ സെയിൽസിനെ സഹായിക്കുന്ന രൂപത്തിലാണ്. കാരണം റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കസ്റ്റമർ വാക്കിനൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും ഇത്തരം കാര്യങ്ങൾ. ഒന്നാമത്തത് സ്പീഡ് ടു ലീഡ് എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെ ടൈം ഈസ് മണി എന്നുള്ളതാണ് നമ്മൾ ചിന്തയിൽ വയ്ക്കേണ്ട കാര്യം. സ്പീഡ് ടു ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റീവായിട്ടുള്ളൊരു കസ്റ്റമർ ഒരു ലീഡ് കിട്ടിക്കഴിയുമ്പോൾ അതിനോട് നമ്മൾ പ്രതികരിക്കുന്ന സമയം, അപ്പോൾ അവിടെ ക്വിക്ക് റെസ്പോൺസ് ടൈംസ് എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതായത് പഠനങ്ങളൊക്കെ നമുക്ക് തരുന്ന റിസൾട്ടുകൾ അല്ലെങ്കിൽ പല പഠനത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത് നമ്മൾ ഏതാണ്ട് ഒരു ലീഡ് കിട്ടിയാൽ 1 മണിക്കൂറിനകമൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഏതാണ്ട് 7 ഇരട്ടി കൺവേർഷൻ റേഷ്യോ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ആ കിട്ടിയ ലീഡ് കസ്റ്റമറായി മാറാനുള്ള ചാൻസ് 7 ഇരട്ടിയാണ് ഉള്ളത് അത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, സെയിൽസ് പ്രക്രിയയുടെ ആക്കം കൂട്ടുന്നതിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു ലീഡ് വന്നാൽ, ലീഡ് കിട്ടിയാൽ എത്ര വേഗതയിൽ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു, അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു, അവരിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ലീഡ് സ്കോറിങ്ങും, കിട്ടിയ ലീഡിനെ സ്കോർ ചെയ്യുക. ഇന്നിപ്പോൾ ഡിജിറ്റൽ മാർഗ്ഗത്തിലൂടെയൊക്കെ ഒരുപാട് ലീഡ് കളക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ ഡ്രിവൺ മെത്തേഡ് ഉണ്ടാവേണ്ടത് ലീഡിനെ ശരിക്കും സ്കോർ ചെയ്യുക എന്നുള്ളത്. നമുക്ക് കിട്ടിയ ലീഡ് നമ്മുടെ ഒരു ഐഡിയൽ കസ്റ്റമർ എന്നുള്ള രീതിയിൽ എത്രത്തോളം ആപ്റ്റായിരുന്നു, കുറേ ലീഡ്സ് വന്നു എന്നുള്ളതിലല്ല, എത്രത്തോളം നല്ല പ്രോസ്പെക്റ്റീവായ ആളുകളാണ് വന്നത്, അതിൽ എന്ത് എഫേർട്ട് എടുത്താൽ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഹബ്സ്പോട്ട് എന്ന് പറയുന്ന കമ്പനി, CRM ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അവർ അടുത്ത പഠനത്തിൽ ഏതാണ്ടൊരു 77% ചാൻസ് കൂടുന്നുണ്ട് കൺവേർഷന് വേണ്ടിയിട്ട് ഈ ലീഡ് സ്കോറിങ് ചെയ്യുന്ന കമ്പനികളിൽ. ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം പലപ്പോഴും വലിയ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ലീഡ്സ് കിട്ടുന്നത്, മാർക്കറ്റിംഗ് ചെയ്തിട്ടൊക്കെ. അതിൽ നിന്ന് വരുന്ന ലീഡ്സ് കൺവേർട്ട് ആകുന്നതിലുള്ള സാധ്യത കൂടാണ് ലീഡ് സ്കോറിങ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങളും സ്പീഡ് ടു ലീഡ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രണ്ടാമത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതായത് സ്റ്റേ കണക്റ്റഡ് വിത്ത് ദ കസ്റ്റമേഴ്സ്. അത് മൾട്ടി ചാനൽ ഔട്ട്റീച്ചാണ് ആദ്യം സംസാരിക്കേണ്ട വിഷയം. മൾട്ടി ചാനൽ ഔട്ട്റീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോസ്പെക്റ്റീവായ കസ്റ്റമേഴ്സുമായിട്ട് പല മാർഗ്ഗത്തിലൂടെ കണക്റ്റഡായി നിൽക്കുക. ചിലപ്പോൾ ഫോൺ, ഇമെയിൽ, സോഷ്യൽ മീഡിയ, SMS, എന്തെല്ലാം രൂപത്തിൽ ആ കമ്മ്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നോ, അതായത് ചുരുക്കി പറഞ്ഞാൽ പല മാർഗ്ഗത്തിലൂടെ കസ്റ്റമറുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് കസ്റ്റമർ കൺവേർഷനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സെയിൽസ് എൻഗേജ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ്, അതായത് ഇപ്പോൾ ഇന്ന് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ, ടെക് എനേബിൾഡ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. സെയിൽസ് ഫോഴ്സ് ഒക്കെ പോലത്തെ, സെയിൽസ് ഫോക്കസ് ഒക്കെ പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് അവരുമായിട്ടുള്ള ഓരോ നടത്തിയ ഇടപെടലും ഒക്കെ ട്രാക്ക് ചെയ്ത് പോകാനും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒക്കെ അത് വളരെയധികം സഹായകരമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഒപ്റ്റിമൈസിങ് സെയിൽസ് പ്രോസസ്സസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സെയിൽസ് പ്രക്രിയ എങ്ങനെയാണോ അത് വിൻ ചെയ്യുന്നതിനായിട്ട് സ്ട്രീം ലൈൻ ചെയ്തെടുക്കുക, സക്സസ്ഫുൾ ആവാൻ സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെയിൽസ് ഓട്ടോമേഷനാണ് ഇവിടെ ആദ്യം സംസാരിക്കേണ്ട വിഷയം. അതായത് നമുക്കിന്ന് ടെക്നോളജിയുടെയൊക്കെ സഹായത്തോടു കൂടി ഈ ഒരുപാട് എഴുത്തുകുത്തുകൾ അല്ലെങ്കിൽ എക്സലിലൊക്കെ കുറേ റിപ്പോർട്ട്സ് ഉണ്ടാക്കണമൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ ഷെഡ്യൂളിങ്, ഫോളോ അപ്പുകൾ, പൈപ്പ് ലൈൻ, സെയിൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആരാണ് സസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൾ, പ്രോസ്പെക്റ്റ്, ലീഡ്, കസ്റ്റമർ, ഇതിനെയൊക്കെ ഒരു ഫണലോ പൈപ്പ് ലൈനോ ആയിട്ട് മാനേജ് ചെയ്യുമ്പോൾ അതിനെല്ലാം സഹായിക്കുന്ന സെയിൽസ് ഓട്ടോമേഷൻ സിസ്റ്റം വളരെ ഹെൽപ്ഫുള്ളായിരിക്കും.
അതുപോലെ തന്നെ പൈപ്പ് ലൈൻ മാനേജ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫണൽ അഥവാ നമുക്ക് ആരൊക്കെയാണ് കസ്റ്റമർ സാധ്യതാ ലിസ്റ്റിലുള്ളവർ അവരെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിനും അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പൈപ്പ് ലൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെയിൽസ് പ്രക്രിയ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും. സെയിൽസ് എന്ന് പറയുന്ന കാര്യം വേഗതയിൽ നടക്കുകയും ചെയ്യും. ഫൈനലി പറയാനുള്ളത് പെർഫോമൻസ് മാട്രിക്സ് ട്രാക്ക് ആൻഡ് ഇമ്പ്രൂവ് എന്നുള്ളതാണ്. വ്യക്തമായ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിൻ്റെ രീതി എന്താണോ അതിനനുസരിച്ച്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ ലീഡ്സൊക്കെ കൂടുതൽ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കൺവേർഷന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഡീൽ വെലോസിറ്റി എത്ര സമയം എടുക്കുന്നുണ്ട് ഡീല് ക്ലോസ് ആവാൻ, വിൻ റേറ്റ് എത്രത്തോളം ഉണ്ട്, അല്ല ഇപ്പോൾ നോർമലി ഒരു റീറ്റെയിൽ ഷോറൂമൊക്കെ ആണെങ്കിൽ വരുന്ന കസ്റ്റമറുടെ ആവറേജ് ബാസ്ക്കറ്റ് വാല്യൂ എത്രത്തോളം ഉണ്ട്, ലോസ്റ്റ് സെയിൽ അനാലിസിസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ചില കീ മെട്രിക്സുകൾ അല്ലെങ്കിൽ ഒരു ടൈം ടു ക്ലോസ്, ഒരു ലീഡ് വന്നാൽ അത് ക്ലോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് സെയിൽസിൽ ഇനി എന്ത് ചെയ്യണം, എന്താണ് ബെറ്റർ ആക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ സെയിൽസ് എന്ന് പറയുമ്പോൾ അതൊരു പാറ്റേൺ അനാലിസിസും കൂടിയാണ്. ഇങ്ങനെയുള്ള പാറ്റേൺസിനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് അസസ് ചെയ്ത് ഡാറ്റയുടെ സഹായത്തോടു കൂടി അസസ് ചെയ്താൽ കുറേയും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ദെൻ ഫൈനലി കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷനും കൂടെ. കാരണം നമുക്ക് ഈ സെയിൽസ് പ്രക്രിയ ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും തോറും ഇനിയും ബെറ്റർ ആക്കാനുള്ള പല മാർഗ്ഗങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ സെയിൽസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് സ്മാർട്ടർ നോട്ട് ഹാർഡർ എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരുപാട് കിടന്ന് ഓടി പരിശ്രമിച്ചുകൊണ്ട് മാത്രം സെയിൽസ് എന്ന് പറയുന്ന പ്രക്രിയ വേഗതയിൽ നടക്കണം എന്നില്ല. സ്മാർട്ടായിട്ട് തന്നെ കാര്യങ്ങളെ കാണുക. നമ്മളിന്ന് പറഞ്ഞ ഈ 4 കാര്യങ്ങളും ഒന്ന് പരിശോധിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ സെയിൽസിൻ്റെ വേഗത കൂടുന്നത് നമുക്ക് മനസ്സിലാവും. താങ്ക് യു.